കോർണിഷ്. നമ്മളെവിടേക്കാ പോണേ? നമ്മൾ ഇന്ന് കോർണിഷ് ബീച്ചിലേക്കാണ് പോണേ. നമ്മൾ ഈ പോണ വഴിക്ക് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിയം കണ്ടിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ സെൻട്രൽ ഹോട്ടലാണ് കേട്ടോ. ഇവരൊക്കെ കുറെ നാളായിട്ട് ഇവിടെ തന്നെ ഉള്ളവരുണ്ടോ. ഇവരെല്ലാവരും ഓരോ ജോലി ചെയ്യണവരാണ്. എൻ്റെ ഫ്രണ്ട്സില് ഇവൻ മെയിൻ ആളുണ്ടോ. മറ്റേ മുടി കിടന്ന അനങ്ങളുണ്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം കാറ്റുണ്ട്. ഇത് നോക്കിയോ, ഇതൊരു പഴയ ഹോട്ടലുണ്ടോ. ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അത് ഷാർജയിലെ ഏറ്റവും ഫസ്റ്റ് ലക്ഷറീസ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പ്രവർത്തനം നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷമായെന്നാണ് ഇവിടെയുള്ളവർ പറയണത്. ഈ ഹോട്ടല് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ഈ ഹോട്ടലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്നതാണ് ഹോട്ടൽ. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിയേക്കാണ്. ഇവിടുത്തെ റോഡ് നിയമങ്ങളൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമാണല്ലോ. കാൽനട യാത്രക്കാർക്ക് തന്നെയാണ് ഇവിടെ എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ. ഇപ്പോൾ വണ്ടി എത്ര സ്പീഡിൽ ഇതിൽ ചീറിപ്പാഞ്ഞ് പോയാലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ, റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടന്നു പോയതിന് ശേഷം മാത്രമേ അവർ വണ്ടി എടുക്കുകയുള്ളൂ. അത്ര ടൈം വരെ അവർ നമുക്ക് വേണ്ടി നിർത്തി തരും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓടി ഒന്ന് വണ്ടിക്ക് വട്ടം ചാടിയാൽ അതിവിടെ സീനാവും. അതൊക്കെ ശ്രദ്ധിക്കണം. സ്ഥലമുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ നമുക്ക് നടക്കണം. അത്യാവശ്യം നല്ല ചൂടുണ്ട്. എന്നാൽ പോലും ഇവിടെ നല്ല കൂളിംഗ് ആയിട്ടുള്ള കാറ്റുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് നമ്മുടെ ഇവിടുത്തെ മൊബൈലുകളൊക്കെ ചാർജ് ചെയ്യുന്ന സമയം ഉണ്ടോ. ഇതിനകത്ത് അത്യാവശ്യം ഇവിടുത്തെ എല്ലാ മൊബൈലുകളും ചാർജ് ചെയ്യാൻ പറ്റും. ഇത് സൂപ്പർ മാർക്കറ്റാണ്. ഇതുണ്ട്, ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അത് ഒരു നെറ്റൊക്കെ കെട്ടി ഇതൊക്കെ തിരിച്ചാണ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും കോമൺ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൊടിയോ മറ്റോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മാറ്റണതാണോ. ഇതുണ്ടോ, ഇത് അവിടുത്തെ മീ സ്റ്റാളാണ്ട. ഇറച്ചി വിട്ട്, പക്ഷേ ഇറച്ചിയൊന്നും ഇല്ല, എല്ലാം തീർന്നു. അതിൻ്റെ അടുത്ത് എത്തിട്ടോ, കോർണിഷ് റോഡിലേക്ക് എത്തിട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ കോർണിഷ്. ഈ കാണുന്നത് ഇവിടുത്തെ മ്യൂസിയം ഉണ്ടോ. ഇതിൻ്റെ എൻട്രൻസ് അപ്പർ സൈഡാണ്ടോ. ഇത് അടിപൊളിയായിട്ടാണ് കാണാൻ. ഇതിൻ്റെ സൈഡിലെ ലൈറ്റിങ്ങൊക്കെ നോക്കി ഒരു യൂറോപ്യൻ സ്റ്റൈലല്ലേ. ഈ മ്യൂസിയം കാണാനുണ്ടല്ലോ, ഒരു യൂറോപ്യൻ ടച്ച് കേട്ടോ. ഇതിൻ്റെ ബിൽഡ് ഇത് പണിതേക്കണ കാണാൻ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ്. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ. എന്താ ഭംഗി നോക്കിയ മ്യൂസിയം കാണാൻ. ഞാൻ കാണുന്നത് കണ്ടോ, അതാണ്ടോ നമ്മുടെ കോർണിഷ് ബീച്ച്. ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ബീച്ച് അങ്ങോട്ട് കുറച്ചുകൂടി പോകണം. അപ്പോൾ നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി നമുക്കൊരു പാസ്സൊക്കെ ഉണ്ട് കേട്ടോ.
ക്യാമറ അലൗഡ് ആണോന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ മ്യൂസിയത്തിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് എവിടെയാണെന്ന് നോക്കി നടക്കാം കേട്ടോ. 2 പ്രാവശ്യം നോക്കിയെടുത്തും എൻട്രൻസ് കണ്ടില്ല. നമുക്ക് എൻട്രൻസ് അന്വേഷിച്ച് പോവാം. നമ്മുടെ ഒരു യൂറോപ്യൻ ആർക്കിടെക്ട് സ്റ്റൈലിലാണോ നമ്മുടെ ഈ ബിൽഡിങ് നിർമ്മിച്ചേക്കണത്. കണ്ടോ ആ ലൈറ്റിങ് സെറ്റപ്പൊക്കെ നോക്കി, നല്ല സുന്ദരമാണ്. എന്താ പറയുക, ഒരു യൂറോപ്പിൽ ചെന്ന ഒരവസ്ഥയുണ്ട് അവിടെ. സ്ഥലത്തിൻ്റെ പേര് കോർണിഷ്. അതെ കോർണിഷ്. ഈ ഭാഗത്തിനാണ് ഇതാണ് റോഡിന്റെ ഭാഗം. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്മുടെ സിഗ്നൽ നോക്കിയിട്ട് വേണം കിടക്കാൻ. സിഗ്നൽ ആയിട്ടില്ല, വെയിറ്റ്. ആ ഓക്കെ, സിഗ്നലായി. സിഗ്നൽ നോക്കി കടന്നില്ലെങ്കിൽ ഫൈൻ അപ്പം കിട്ടും കേട്ടോ. ഇതാണ് കടൽ വെട്ടി തിരിച്ചുണ്ടാക്കിയ ലേക്ക്. ലൈക്കിലെത്തിയിട്ടാ സത്യം പറഞ്ഞാൽ കടലായിരുന്നു, വെട്ടി തിരിച്ച് ലെവൽ ചെയ്തിട്ടേക്കുന്നത്. സമയം ഒരു 4 മണിയായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല വെയിലുണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് തുടങ്ങണുള്ളൂ. നമ്മുടെ ഈ ഏരിയനെ പറയണ പേര് ഷാർജയുടെ ഹാർട്ട് ഓഫ് ഷാർജ എന്നാണ് പറയണേ. എന്താ പറയുക, നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഈ കാണുന്ന കായൽ നമ്മുടെ നാട്ടിലെ കായലാണ് കേട്ടോ അത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പിടിച്ചില്ല, അതുകൊണ്ടാണ് ഇത് ഷാർജയുടെ ഒരു കായലാണ് കേട്ടോ. കായലിനെ ചെറിയ ബോട്ടുകൾക്കൊക്കെ പോകാവുന്ന രീതിയിൽ സെറ്റാക്കി എടുത്തേക്കാണ്. ഇതാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈന്തപ്പന കേട്ടത്. ഈ ടൈമിലൊന്നും ഉണ്ടായുള്ളൂ. ഒരു സമയത്ത് നല്ല സെറ്റപ്പായിട്ട് ഈന്തപ്പഴങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ കുറച്ച് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് അങ്ങറ്റത്തൊരു ബോട്ട് എടുക്കാൻ ഉണ്ടോ. ആ ബോട്ട് ചേട്ടാ ഒന്ന് കാണിച്ച് സൂം ചെയ്ത് കൊടുത്തേ. ആ ബോട്ട് കത്തിച്ചണത് ആ കാണുന്ന ബോട്ട് കത്തി കിടക്കണുണ്ടാവും. അത് നമ്മുടെ ഒരു മലയാള സിനിമ പറഞ്ഞ ആ മലയാള സിനിമയ്ക്ക് വേണ്ടി ബോട്ട് കത്തിച്ചിട്ട് ആ കത്തിച്ച ബോട്ടുകൾ കാണിച്ചു തരാം. ഇതാണ് കത്തിച്ച ബോട്ട് കത്തിക്കിടക്കുന്നത്. ഇത് മാത്രമല്ല, വേറെ 2 ബോട്ട് കൂടി കത്തിച്ചിട്ടുണ്ട്. കരിഞ്ഞ് കിടക്കണ്ടേ. മതി 48-50 നിർത്തിക്കോ. കത്തിച്ചിട്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെ വണ്ടികൾ ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിലും ഒറ്റ ആൾ ഹോൺ അടിക്കില്ല. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് അടിച്ചു പോകും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സീനും. നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ ഹോൺ അടിച്ച് ഇവിടെ കിടന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കും. ഈന്തപ്പഴം എന്താ ചെറുതായിട്ട് കൊലച്ചുണ്ട് കേട്ടോ. ഇനി ഇത് നോക്കാനായിട്ട് എന്തായാലും നല്ല വേനൽക്കാലമാണ്. എല്ലാം നല്ല
ക്ലീൻ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇതുണ്ടോ, ഈ മരത്തിന് ഇത് വെള്ളം കൊടുക്കണുണ്ടോ, അങ്ങനത്തെ എല്ലാത്തിനും ചോട്ടി കൂടെ ഇതുപോലെ തന്നെ ഒരു ട്രിപ്പ് ഇറിഗേഷൻ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, അതിലും കൂടുതൽ വെള്ളം പറ്റും. ഇത് വാൽവ് വെച്ച് കൊടുത്തേക്കുക. ഇത്ര അധികം സാധനം അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബോട്ട് ഉണ്ടോ, ലൈറ്റ് കാല് കാണാൻ പടി കൊടുക്ക. കണ്ടോ കണ്ണടി ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. ഈ സോക്സ് ഒന്നും ഇട്ടേക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നേ നമ്മുടെ പനയുടെ കൊല ഇതുവരെ കണ്ടതാണ്. ഇതുണ്ടോ പനയുടെ കൊല ഒന്ന് കാണിച്ചെടുക്കാൻ വരിക. ചൊട്ട ഇട്ടിട്ടുള്ളൂ കേട്ടോ, ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. ഇതുണ്ടോ, ഇതാണ് നമ്മളാ പറഞ്ഞ പനംകൊല. ഈ ബോട്ട് ഉണ്ടോ, ഈ ബോട്ട് ഇത് പഴയ ബോട്ടാണോ പുതിയ ബോട്ടാണോ എന്ന് അറിയില്ല. പൊളിക്കാനല്ല, പണിയാൻ കൊണ്ടുവന്നായിരിക്കും. ഇനി അങ്ങോട്ട് ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ ഓരോ ഇതുണ്ടോ, ഇതിൻ്റെ തലയൊക്കെ പോയിട്ട് വീണ്ടും റെഡിയാക്കി എടുക്കുകയാണേ. വെട്ടി നിർത്തിയേക്കണേ. ഇവിടുത്തെ തൂമ്പയാണ്. ഫുൾ അപ്പാർട്ട്മെന്റ്സ് ആട്ടോ. ഇതൊരു ടീ ഷോപ്പ് എന്താ പറയുക, ഒരു കഫേ ഉണ്ടത്. വൈകിട്ടാണ് ഒരാൾ വരുള്ളൂ. തുറന്നിട്ടുള്ള സൈഡിൽ നിന്നൊക്കെ വ്യൂ ഉണ്ടോ, ഈ ബോട്ടും ഈ വെള്ളം ഈ ലേക്ക് കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ കുറേ വരും കേട്ടോ. ഇത് സീറ്റിംഗ് ഉണ്ടോ, ചേർന്ന് എല്ലായിടത്തും ഇരിക്കുന്നുണ്ടോ. പഴയ കാലത്തെ ബോട്ട് പോലെ, പണ്ട് കാലത്തെ ഷിപ്പിൻ്റെ ആകൃതിയിലുള്ള അതിൻ്റെ കാലുകളിൽ കൂടെ ഇവിടുത്തെ മറ്റേ പക്ഷി ഇരിക്കാനുണ്ടാവും. പായ്ക്കപ്പലിൻ്റെ ആകൃതിയിലുള്ള ബോട്ട്, അതിൻ്റെ തന്നെ ഒരു വലിയത്. ഫുള്ളായിട്ട് കാണിച്ചാലോ, ഇവിടേക്ക് കയറാനുള്ളത്. പണ്ടത്തെ പായ്ക്കപ്പല്